ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളെ പ്ലാന്റഡ് അക്വേറിയത്തിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പൊ ഇതില് നമ്മള് അക്വേറിയത്തിൽ ഫുള്ള് പ്ലാന്റ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പ്ലാന്റ്സ് വാങ്ങാൻ പോകുന്നതൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഇത് നമ്മുടെ പ്ലാന്റഡ് അക്വേറിയം വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പ്ലാന്റ് വാങ്ങാൻ വേണ്ടിയിട്ട് അക്വേറിയം ഷോപ്പിൽ പോയതാണ്. നമ്മൾ നമ്മുടെ പ്ലാന്റഡ് അക്വേറിയത്തിൽ സീബ്രേനെയും നിയോൺ ടെട്രേനൊക്കെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഷോപ്പിൽ കുറേ ഫിഷസ് ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ കോഴിക്കോടാണ് ഈ ഷോപ്പുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ മോഡൽ ചെടീൻ്റെയും ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ട്. ഈ എല്ലാ ചെടീൻ്റെയും കുറച്ച് തൈകൾ എടുത്തിട്ട് നമ്മളൊരു ചെറിയ അക്വേറിയത്തിൽ പ്ലാന്റ് ചെയ്ത് സെറ്റാക്കും. കാരണം നമ്മുടെ വലിയ അക്വേറിയത്തിലെ പ്ലാന്റ്സ് എന്തെങ്കിലും പറ്റിയിട്ട് കേടായി പോയാൽ നമ്മൾ ഈ ചെറിയ അക്വേറിയത്തിൽ ചെയ്തു വെച്ച പ്ലാന്റ്സ് എടുത്തിട്ട് നമ്മൾ വലിയ അക്വേറിയത്തിലേക്ക് പിന്നെ മാറ്റി കുഴിച്ചിടും. ഇപ്പോൾ നമ്മൾ വാങ്ങിയ ചെടിക്ക് 30 രൂപയാണ് ഒരു സെറ്റിന്. അപ്പോൾ നമ്മൾ 300-400 രൂപേൻ്റെ ചെടിയൊന്നും വാങ്ങിയിട്ടില്ല, കാരണം ഭയങ്കര കോസ്റ്റ്ലിയാണ്. നമ്മളെ ടാങ്ക് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ നമ്മൾ ഡ്രിഫ്റ്റ് വുഡ് തപ്പി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ പണ്ട് അക്വേറിയത്തിൽ ഇട്ടൊരു ഡ്രിഫ്റ്റ് വുഡ് നമ്മൾ എടുത്ത് ഒഴിവാക്കിയത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ നേരെ പോയി കളക്ട് ചെയ്ത് ഇനി നമുക്ക് ആ ഡ്രിഫ്റ്റ് വുഡ് ഒന്ന് കഴുകി വൃത്തിയാക്കണം. കാരണം അത് കുറേ കാലമായിട്ട് മണ്ണിലും അവിടെ ഇവിടെ ആയിട്ട് ചളിയിൽ കിടന്നതാണ്. അപ്പോൾ ഈ ഡ്രിഫ്റ്റ് വുഡ് അത്യാവശ്യം കാണാൻ നല്ല ലുക്കുള്ള ഒരു ഡ്രിഫ്റ്റ് വുഡാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രിഫ്റ്റ് വുഡ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഡ്രിഫ്റ്റ് വുഡ് ഒന്ന് ടാങ്കിൽ വെള്ളം നിറച്ചിട്ട് ഇട്ട് വെക്കുകയാണ്. വല്ല വെള്ളം കളറ് മാറുന്നുണ്ടോ എന്നൊക്കെ ജസ്റ്റ് നോക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഡ്രിഫ്റ്റ് വുഡ് ജസ്റ്റ് കുറച്ച് ദിവസം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡ്രം എടുത്തിട്ടുണ്ട്. ആ ഡ്രം ഒന്ന് കഴുകിയെടുത്ത് എന്നിട്ട് നമ്മുടെ ഡ്രിഫ്റ്റ് വുഡ് നേരെ അതിലിട്ട് വെക്കുകയാണ്. ഇനി കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ നോക്കിയിട്ട് നമ്മുടെ അക്വേറിയത്തിലേക്ക് പിന്നെ മാറ്റാം. ഗൈസ്, ഞങ്ങൾ അക്വാസ്കേപ്പിങ്ങിൽ വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല. ഞങ്ങൾ ജസ്റ്റ് നമ്മുടെ അക്വേറിയൊക്കെ ഒന്ന് സെറ്റാക്കുന്ന വീഡിയോസ് നമ്മളെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം പ്ലാന്റഡ് അക്വേറിയം ആയിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഗോൾഡ് ഫിഷിനൊക്കെ അല്ലാതെ ജസ്റ്റ് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള അക്വേറിയത്തിൽ വളർത്തിയിട്ടുണ്ട് എന്നല്ലാതെ നമ്മൾ പ്ലാന്റഡ് അക്വേറിയം ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇട്ട് അറിയിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ആ മിസ്റ്റേക്കൊക്കെ ഒന്ന് തിരുത്താൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഈ പ്ലാന്റഡ് അക്വേറിയം സെറ്റ് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് യൂട്യൂബിലൊക്കെ നോക്കി കുറച്ച് ട്യൂട്ടോറിയൽ വീഡിയോസും അതുപോലെ അങ്ങനത്തെ കുറച്ച് റിസർച്ചൊക്കെ ചെയ്തിട്ടാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനോടും കുറച്ച് അന്വേഷിച്ചിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഐഡിയാസൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഡ്രിഫ്റ്റ് വുഡ് വെള്ളത്തിലിട്ട് വെച്ച് 2ാമത്തെ ദിവസമാണ്. വെള്ളത്തിന് വലിയൊരു ചേഞ്ച് ഒന്നുമില്ല. ഇനി നമ്മൾ ഈ അക്വേറിയം വെക്കാനായിട്ടുള്ള ടേബിൾ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ജസ്റ്റ് നമ്മളെ തെർമോക്കോൾ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കണം. എന്നിട്ട് വേണം നമുക്ക് അക്വേറിയം അതിൻ്റെ മുകളിൽ വെക്കാനായിട്ട്. ഇനി നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പൂഴി കളക്ട് ചെയ്യണം. എന്നിട്ട് അതൊന്ന് കഴുകിയെടുക്കണം. നമ്മളിവിടെ അക്വാസ് ഓയിലൊന്നും വാങ്ങുന്നില്ല, കാരണം അതൊക്കെ നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇനി നമുക്ക് ഈ പൂഴിയൊക്കെ നമ്മുടെ ചെറിയ അക്വേറിയത്തിലേക്ക് ഇട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ചെറിയ അക്വേറിയത്തിലാണ് എല്ലാ പ്ലാന്റും ഒന്ന് സെറ്റാക്കി എടുക്കുന്നത്. നമ്മൾ ഈ ചെറിയ അക്വേറിയത്തിൽ നമ്മൾ പ്ലാന്റ് മൊത്തം കുഴിച്ചിടുന്നത് നമുക്കൊരു ബാക്കപ്പ് പോലെയാണ്.
കാരണം നമ്മളെ വലിയ അക്വേറിയത്തിലത്തെ ചെടി കേടാവുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ ചെറിയ അക്വേറിയത്തിൽ നിന്ന് എടുത്തിട്ട് അതിലേക്ക് പ്ലാന്റ് ചെയ്ത് മാറ്റും. അപ്പോൾ നമ്മളെ എല്ലാ മോഡൽ ചെടീൻ്റെയും കുറച്ചൊരു 3 തൈകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ചെറിയ അക്വേറിയത്തിൽ പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെടികളെ പേരൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നമ്മൾ ഈ ചെറിയ അക്വേറിയത്തിൽ നമ്മൾ ഈ ചെടികളൊക്കെ പ്ലാന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അക്വേറിയത്തിലേക്ക് വെള്ളം നിറയ്ക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൈ വെച്ചിട്ട് മെല്ലെ വെള്ളം നിറയ്ക്കുന്നേ ഉള്ളൂ. നമ്മുടെ കസിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ വീട്ടിൽ കുറച്ച് ഗപ്പീസ് ഉണ്ട്, അപ്പോൾ ആ ഗപ്പീനെ നമുക്ക് ഇതിൽ കൊണ്ടിടാന്ന്. എന്നിട്ട് നമ്മൾ അവൻ്റെ കൂടെ അവൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ കുറച്ച് ഗപ്പീസിനെ കളക്ട് ചെയ്ത്, അപ്പോൾ അവൻ്റെ കയ്യിൽ വലിയ ഓസ്കാർ ഉണ്ടായിരുന്നു അവിടെ. ഈ ഓസ്കാർ നല്ല ചെറുതാവുമ്പോൾ വാങ്ങിയിട്ടതാണ്. ഇപ്പം അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ ടാങ്കിലൊരു ജയൻറ്റും ഉണ്ടായിരുന്നു. നമ്മൾ ഈ വെള്ളം നല്ല കലങ്ങിയിട്ടാണ്, അതൊരു 2 ദിവസം നമ്മൾ അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആവും. അപ്പോൾ നമ്മളെ ഗപ്പീസിനെ നമ്മൾ പിടിച്ച് നമ്മളെ അക്വേറിയത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ നമ്മുടെ വെള്ളം നല്ല ക്ലിയർ ആയപ്പോൾ എടുത്തതാണ്. നമ്മൾ ഈ വലിയ അക്വേറിയം നമ്മൾ നേരെ നമ്മുടെ ടേബിളിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വലിയ അക്വേറിയം സെറ്റാക്കുന്നതും പിന്നെ മീനിനെ വാങ്ങുന്നതൊക്കെ അടുത്ത പാർട്ട് വീഡിയോ ആയിട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഈ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ നമ്മൾ പ്ലാന്റ് വാങ്ങി നമ്മുടെ ഒരു ചെറിയ അക്വേറിയത്തിൽ ഈ പ്ലാന്റ് മൊത്തം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫിഷ് വാങ്ങാൻ പോകുന്നതും അങ്ങനത്തെ ഓരോ കാര്യങ്ങളായിരിക്കും അടുത്തടുത്ത പാർട്ടായിട്ട് വരിക.
അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക.